ഇന്നിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നു പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ കേരള പിറവി ഡേ സെലിബ്രേഷനാണ് ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ അതൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാം. നിങ്ങളെയും കൂടെ ഞാനിത് കാണിക്കാം. എങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്നു. എട്ടടി വിധമൊന്നും ഇടൂല, അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമുക്കെല്ലാം ഇടാം ഇല്ലേ? എല്ലാം ഇടും. ഇന്ന് നമ്മുടെ കോളേജിലെ ഫുൾ വിശേഷവും ഇന്ന് ഇടുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ നല്ല തണുപ്പായിരുന്നു. ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്നാണ് ഗൈസ് എടുക്കുന്നത്. നൈസ് വ്യൂ ആണ്, കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച നെയിൽ പോളിഷൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന്. അപ്പം നെയിൽ പോളിഷ് റിമൂവർ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു ഭാഗ്യം. അപ്പോൾ വിചാരിച്ചതൊക്കെ വാങ്ങിച്ചിട്ട് നല്ല പുതിയ നെയിൽ പോളിഷ് ഇടാമെന്ന്. ഇതാണ് ഗൈസ് ഇട്ടത്. കൊള്ളാമോ? കളർ എൻ്റെ കൈക്ക് ചേരുന്നുണ്ടോ? രണ്ട് കൈ ഞാൻ കാണിച്ചുതരാം ഗൈസ്. രണ്ട് കൈയിലും ഇത് ചേരുന്നുണ്ടോ ഗൈസ്? അവിടെ ഇവിടെയൊക്കെ ഇളവിപ്പോയി, എന്ത് ചെയ്യാനല്ലേ. ഇനി ഞാൻ വിചാരിച്ചു കാപ്പി കുടിക്കാമെന്നോ. എന്തായാലും കാപ്പി കുടിക്കാതെങ്കിൽ അങ്ങറ്റം വരെ പോയാൽ എനിക്ക് വിശക്കും. അപ്പോൾ വീട്ടിലുള്ള സാധനം നമ്മൾ തിന്നിട്ട് പോകുന്നതല്ലേ അതിൻ്റെ ഒരു ശരി. ദോശയും എൻ്റെ ഫേവറേറ്റ് കറിയാണ്, അതുകൊണ്ടാണ് എനിക്ക് കുഞ്ഞ് വെച്ച് തരുന്നത്. ഞാൻ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു. എന്നിട്ട് ഇതാണ് ഗൈസ് ഉടുത്ത് വന്നപ്പോൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? സാരി, ഹാഫ് സാരിയാണ് ഗൈസ്, ഫുൾ സാരിയല്ല, ഹാഫ് സാരിയാണ്. അതുകൊണ്ട് ഉടുക്കാൻ എളുപ്പമാണ്. എങ്ങനെയുണ്ട്? ശുന്നരിയല്ലേ? ഒരുങ്ങിയാലേ നമുക്കിനി പറയാൻ പറ്റും. എങ്ങനെയുണ്ട്? ഒരുങ്ങി വന്നപ്പോൾ ഈ ലുക്കിൽ ഞാൻ സെറ്റല്ലേ? അങ്ങനെ ഇനി സമയമില്ല ഓടാൻ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഗൈസ് എൻ്റെ കൈ നോക്കിയപ്പോൾ കൈ മുറിഞ്ഞിരിക്കുന്നു. പിന്നെയാണ് ആലോചിച്ച കയ്യിലൊരു കുപ്പിവള കയറിയാണ് കൊണ്ടത്. അത് പൊട്ടിപ്പോയി കേട്ടോ. നല്ല കിട്ടി, നല്ല വേനയുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോൾ തെന്നൂര് ബസ്സും കിട്ടിയില്ല, അതും പോയി. ഇനിയിപ്പോൾ 3-4 ബസ് കയറി പോകണമല്ലോ ദൈവമേ. എന്നത്തെ പോലെ കോളേജിൽ പോകുന്ന ഡേ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇതിപ്പം സാരി, അയ്യോ, ഇതെടുത്തോണ്ട് ഓരോ ബസ്സിൽ കയറി പോകണ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് ആ ബസ്സിനകത്തിരിക്കണം. ഓരോ ബസ്സിങ്ങനെ മാറി കയറണം. നെടുമങ്ങാടെത്തി, അവിടെ നിന്ന് വേറെ ബസ് കയറി, അങ്ങനെ കോളേജിലെത്തി ഗൈസ്. എങ്ങനെ നമ്മൾ ഏകദേശം നീലയാക്കി. എല്ലാവരും നീലമയം, ഒരു നീലമയമാണ് ഗൈസ് എല്ലാവരും. ഞാൻ സോനയെ ഒരേപോലെ ഇട്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. എൻ്റെ വീഡിയോയിൽ കുറേ പേര് കാണും. എന്ന് വെച്ചാൽ ഓരോ വീഡിയോസിൽ ഓരോ ഫ്രണ്ട്സാണ് ഗൈസ്. ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലിയാണ്, എല്ലാവരോടും ഞാൻ മിണ്ടും. ഇവിടെ കാണിക്കുന്ന കോപ്പറായി കണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഗൈസ്. ക്യൂട്ടല്ലേ? എല്ലാവരും ക്യൂട്ടാണ്. ഇവളും ക്യൂട്ടാണ്, എല്ലാവരും ക്യൂട്ടാണ്, ഞാനും ക്യൂട്ടാണ്. ഒരു സന്തോഷം. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച്, ഇത് 5 രൂപ വെള്ളം നമ്മൾ കുടിച്ച്. പിന്നെ ഞാനിവളും കൂടെ ഒരു വീഡിയോ എടുത്ത്. ഇവള് ക്യൂട്ടാണ്, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ട്. WIW എനിക്ക് ഉമ്മയൊക്കെ. അങ്ങനെ നമ്മൾ പിന്നെ ചോറ് കഴിക്കാൻ പോയി. ചോറ് കഴിച്ചെന്ന് നമ്മൾ തെളിയിച്ചതാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യാം, അടുത്ത റാം വാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെ ആയിരുന്നു മെയിനായിട്ട്. അതൊക്കെ നൈസായിരുന്നു. ഓരോ ടീച്ചർമാരുടെ റാം വാക്ക്, പിന്നെ പിള്ളേരുടെ റാം വാക്ക് ഉണ്ടായിരുന്നു. നൈസ് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ അടുത്ത പരിപാടി ഉണ്ടായിരുന്നു, കസേരക്കളിയായിരുന്നു. ഇത് നമുക്ക് ഇതാണ് ഞങ്ങളുടെ ബ്ലൂ കളർ നമ്മുടെ മെയിൻ ടീച്ചറാണ്, നമ്മുടെ ക്ലാസ് ടീച്ചറാണ്. എൻ്റെ ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. റാം വാക്കൊക്കെ പൊളിച്ച് ടീച്ചറിൻ്റെ റാം വാക്കിൽ കുട്ടികൾ വീണു ഗൈസ്. നൈസല്ലേ. അതൊക്കെ കണ്ട് തളർന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് ലഞ്ച് ബ്രേക്ക് വന്നു ഗൈസ്. ലഞ്ച് ബ്രേക്ക് കഴിച്ച് ഞങ്ങൾ നേരത്തെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ വന്നിങ്ങനെ ആൾക്കാരുടെ എണ്ണവും എടുത്ത് എല്ലാം നോക്കിക്കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇവരെ കണ്ടു. ഇതൊക്കെ സീനിയേഴ്സാണ് കേട്ടോ, നമ്മുടെ ഇവിടുത്തെ സീനിയേഴ്സാണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിലല്ല, അവിടെ നമുക്ക് ബെഞ്ചുണ്ട്, സ്റ്റോൺ ബെഞ്ച്. അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാൻ തോന്നി ഗൈസ്. ഇവിടുത്തെ നെല്ലിക്ക നൈസാണ്. നമ്മൾ ഇവിടെ കോളേജിൻ്റെ അടുത്തുള്ള കടയിൽ നല്ല
ഉപ്പ് പിടിച്ച നെല്ലിക്കയുണ്ട് ഗൈസ്, കിട്ടില്ല ടേസ്റ്റാണ്. ഇപ്പം തന്നെ വായിന്ന് വെള്ളം വരണം. അത്ര ഉപ്പ് പിടിച്ച് നല്ല ഉപ്പ് അതിൽ ആയിട്ടുണ്ട്, അതുകൊണ്ട് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പൈസ ഇട്ട് പോയി വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ അടുത്ത കസേരക്കളിയായിരുന്നു. അത് നല്ല വൈബായിരുന്നു, കാണാനൊക്കെ രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നല്ല ഫണ്ണായിരിക്കും, മനസ്സിലായി. ഞാൻ പോയൊന്നുമില്ല, പക്ഷേ ഒരു ഫണ്ണായിരുന്നു. എല്ലാവരും കൂടെ കളിച്ച് ഓരോരുത്തർ പോകുന്നതും ഓരോരുത്തർ ജയിക്കുന്നതും അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. അയ്യോ, ഒരാൾ ഔട്ടായിപ്പോയി. അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്ത പ്രോഗ്രാം വടംവലിയായിരുന്നു. അത് ചേട്ടന്മാരൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് വടം വലിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വടംവലി സ്റ്റാർട്ടായി ഗൈസ്. അതൊരു ഇതാണല്ലേ വടംവലിയൊക്കെ. എന്നിട്ട് മറ്റേ പാട്ടും കൂടെ, മറ്റേ ഒരു ജയസൂര്യയുടെ ഒരു പാട്ടുണ്ടല്ലോ, ഷാജി പപ്പട്ട്, അതിലെ പാട്ടാണ് മെയിൻ. അതും കൂടെ ഇട്ട് സെറ്റാക്കി. അപ്പോഴാണ് ആ ഒരു വടംവലി ഒരു പവർ ഷൈ മാറി. ചേട്ടന്മാരൊക്കെ വടംവലിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിൽപ്പുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇതിലൊരു ട്വിസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ പെൺപിള്ളേർ വടം വലിച്ചാൽ എങ്ങനെ ഇരിക്കും കണ്ടില്ലേ? നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അഭിമാനമാണ് ഗൈസ് ഇവരൊക്കെ വടം വലിക്കാൻ വേണ്ടി. എന്നിട്ട് അവർ തന്നെ ജയിച്ചു ഗൈസ്. എന്തായാലേ, അവർ തന്നെ ജയിച്ചു. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അഭിമാനമായ ഗേൾസാണ് ഇവർ. അങ്ങനെ വടംവലി തുടങ്ങി. അതൊക്കെ കണ്ട് കഴിഞ്ഞ് തളർന്ന് ഞാൻ ഇനിയിപ്പോൾ വീട്ടിലോട്ടാണ് ഗൈസ്. വേറെ പണിയൊന്നുമില്ല. ഞാൻ നോക്ക് ഗൈസ്, ഇങ്ങനെ പോയതാണ്. ഇപ്പോൾ തിരിച്ച് വന്ന കോലം നോക്കി. ഐ ഡോണ്ട് ബിലീവ് ദറ്റ് ഞാൻ ഇങ്ങനെ ആയെന്ന്. പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ പ്ലേറ്റ് എടുക്കാതെയാണ് പോയത്. എനിക്ക് അവിടെ പോയി സോനയാണ് പ്ലേറ്റ് എടുത്ത് തന്നത്. കൊള്ളാമല്ലേ? ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് ഞാനിപ്പോഴാണ് കാണുന്നത്. നല്ല രസമാണ്, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ മേലൊക്കെ കഴുകി ഫ്രഷായി വന്നു. അതൊക്കെ ഊരി കളഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട് ഗൈസ്. പിന്നെ ചായ കുടിച്ചു. ചായ നിർബന്ധമാണല്ലോ, ഒരു സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ ഒരുമാതിരിയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി ഇവനെ ഇളക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര മിണ്ടാതെ കിടക്കുമ്പോൾ ഞാൻ പോയി അവനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അവനാണെങ്കിൽ എന്നെ കറിയങ്ങ് മാന്തും. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ ക്ലാസ്. ബൈ.